നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സെമി ഫൈനൽ ഉറപ്പിച്ചിരിക്കുകയാണ്. ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും ന്യൂസിലൻഡുമാണ് സെമിയിൽ എത്തിയിരിക്കുന്നത്. എന്നാൽ ഗ്രൂപ്പ് ബിയിൽ ആരൊക്കെ സെമിയിൽ കടക്കുമെന്ന് പറയാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം നടക്കേണ്ടിയിരുന്ന ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. ഇരു ടീമും ഓരോ പോയിന്റുകൾ പങ്കിട്ടിരിക്കുകയാണ്. ഇതോടെ 3 പോയിന്റുമായി ദക്ഷിണാഫ്രിക്കയും ഓസ്ട്രേലിയയും 1ഉം 2ഉം സ്ഥാനങ്ങളിലാണ് ഉള്ളത്. നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ദക്ഷിണാഫ്രിക്ക മുന്നിട്ട് നിൽക്കുന്നത്. ഇതോടെ ഗ്രൂപ്പ് ബിയിൽ നിന്ന് ആരൊക്കെ സെമിയിലെത്തുമെന്ന് പറയാൻ ആയിട്ടില്ല. നിലവിൽ 2ാം സ്ഥാനക്കാരായ ഓസ്ട്രേലിയയ്ക്ക് ഒരു മത്സരമാണ് ഇനി ശേഷിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെതിരെയാണ് ഈ മത്സരം. പോരാട്ടം ഓസീസ് ജയിച്ചാൽ ടീമിന് 5 പോയിന്റ് ആകും. ദക്ഷിണാഫ്രിക്കയ്ക്ക് ശേഷിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ മത്സരമാണ്. ഈ മത്സരം ജയിക്കാത്ത പക്ഷം ദക്ഷിണാഫ്രിക്കയ്ക്ക് പണി കിട്ടുന്നതായിരിക്കും. അതേസമയം ഓസീസ് ദക്ഷിണാഫ്രിക്ക മത്സരം ഉപേക്ഷിച്ചത് ഇംഗ്ലണ്ടിന് അനുഗ്രഹമായിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയെയും അഫ്ഗാനിസ്ഥാനെയും തോൽപ്പിക്കാനായാൽ 2ാം സ്ഥാനക്കാരായി സെമിയിലെത്താൻ ഇംഗ്ലണ്ടിന് സാധിക്കും. അതുകൊണ്ട് തന്നെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം നിർണായകമാണ്. ഗ്രൂപ്പ് എയിൽ ന്യൂസിലാൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയും ന്യൂസിലാൻഡും മികച്ച ഫോമിലാണുള്ളത്. എന്നാൽ കഴിഞ്ഞ 2 മത്സരവും ദുബായിൽ കളിക്കുകയും ജയിക്കുകയും ചെയ്ത ഇന്ത്യക്ക് ദുബായിൽ കിവീസിനെതിരെ മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹാട്രിക് ജയത്തോടെ ഗ്രൂപ്പിലെ 1ാം സ്ഥാനക്കാരാകാൻ ഇന്ത്യക്ക് സാധിക്കും എന്നാണ് പ്രതീക്ഷ. ഓസ്ട്രേലിയ സൗത്ത് ആഫ്രിക്ക മത്സരം ഉപേക്ഷിച്ചതോടെ ഇംഗ്ലണ്ടിന്റെ സെമി സാധ്യതയും ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായാൽ ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാരെയാണ് നേരിടേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഗ്രൂപ്പ് എയിലെ ചാമ്പ്യന്മാരായാൽ ഗ്രൂപ്പ് ബിയിൽ 2ാം സ്ഥാനക്കാരായി ഇംഗ്ലണ്ട് വരാനുള്ള സാധ്യത ഇപ്പോൾ സജീവമായിരിക്കുകയാണ്. സെമിയിൽ ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക എന്നിവരെ ലഭിക്കുന്നതിനേക്കാളും ഇന്ത്യക്ക് കൂടുതൽ എളുപ്പം ഇംഗ്ലണ്ടാകും. ഇംഗ്ലണ്ടിനെ അവസാന പരമ്പരയിൽ തൂത്തുവാരി തകർത്തുവിടാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സെമിയിൽ ഇംഗ്ലണ്ടിനെ ലഭിക്കുന്നതാണ് ഇന്ത്യക്ക് അല്പം കൂടി ആശ്വാസം നൽകുന്ന കാര്യം. എന്തായാലും ഓസീസ് ദക്ഷിണാഫ്രിക്ക മത്സരം ഉപേക്ഷിച്ചത് ഇംഗ്ലണ്ടിനാണ് കൂടുതൽ ആശ്വാസമാകുന്നത്. ഇംഗ്ലണ്ട് സെമി ടിക്കറ്റ് എടുക്കുകയും ഇന്ത്യക്കെതിരെ എത്തുകയും ചെയ്താൽ അത് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന കാര്യം കൂടിയായി മാറും. ഓസ്ട്രേലിയക്കെതിരായ മത്സരം മഴ മൂലം മുടങ്ങിയതോടെ പണി കിട്ടിയത് ഇന്ത്യക്കാണെന്ന് പറയാം. ഓസീസിനെ തോൽപ്പിച്ച് സെമി ഉറപ്പിക്കാനുള്ള അവസരം ദക്ഷിണാഫ്രിക്കയ്ക്ക് ഉണ്ടായിരുന്നു. മികച്ച നെറ്റ് റേറ്റിലുള്ള ദക്ഷിണാഫ്രിക്ക ഓസീസിനെതിരെ ജയിക്കാൻ സാധ്യതയും ഉണ്ടായിരുന്നു. ഇത്തവണ ഓസീസിനേക്കാൾ സന്തുലിതമായ ടീമാണ് ദക്ഷിണാഫ്രിക്കയുടേത് എന്ന് പറയാം. എന്നാൽ കഴിഞ്ഞ ദിവസത്തെ മത്സരം ഉപേക്ഷിക്കപ്പെട്ടതോടെ ദക്ഷിണാഫ്രിക്കയ്ക്ക് ശരിക്കും പണി കിട്ടിയിരിക്കുകയാണ്. അവസാന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാതെ ദക്ഷിണാഫ്രിക്കയ്ക്ക് സെമിയിലെത്താൻ സാധിക്കില്ല. ഇംഗ്ലണ്ട് നിലവിൽ മോശം ഫോമിലാണ്. എന്നാൽ തകർപ്പൻ താരനിരയാണ് ഇംഗ്ലണ്ടിനുള്ളത്. പ്രധാന മത്സരങ്ങളിൽ കളി മറക്കുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ശീലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരെ സമ്മർദ്ദത്തോടെയാകും ദക്ഷിണാഫ്രിക്ക ഇറങ്ങുക. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇംഗ്ലണ്ടിനോട് തോൽക്കേണ്ടി വന്നാൽ സെമി കാണാതെ പുറത്താകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇന്ത്യക്ക് ന്യൂസിലാൻഡിനെ തോൽപ്പിക്കാൻ സാധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ടീമും മികച്ച ഫോമിലാണ്. അതുകൊണ്ട് തന്നെ നേർക്ക് നേരെത്തിയാൽ ആര് ജയിക്കുമെന്ന് പ്രവചിക്കുക അസാധ്യം തന്നെ. ഇന്ത്യക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാലേ ഇംഗ്ലണ്ടിനെ സെമിയിൽ എതിരാളികളായി ലഭിക്കാൻ സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം ഇന്ത്യക്ക് ഓസ്ട്രേലിയയെ സെമിയിൽ നേരിടേണ്ടി വരും. ഓസീസിന്റെ ബോളിംഗ് കരുത്ത് അല്പം മോശമാണെങ്കിലും കങ്കാരുക്കളെ തോൽപ്പിക്കുക എന്നത് ഇന്ത്യക്ക് വലിയ വെല്ലുവിളി തന്നെയാണ്.